+2 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗം ഫംഗ്ഷന്റെ ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലെ 1 on 2 ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇത്ര ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷന്റെ അടുത്ത ഭാഗമാണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. എന്താണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്നാണ് പറയാൻ പോകുന്നത്. കോമ്പോസിഷൻ ഫംഗ്ഷൻ ആകുമ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഫംഗ്ഷനാണ് എഫ് ഫ്രം എക്സ് ടു വൈ. എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്തു. ജി ഫ്രം അടുത്ത രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ജി ഫ്രം വൈ ടു സെഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുമ്പോൾ ഈ എക്സിനെ പറയുന്ന പേരെന്ന് പറയും ഡൊമെയിൻ എന്ന് പറയും, വൈനെ പറയുന്ന പേരാണ് കോഡൊമെയിൻ എന്നാണ് പറയാം. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷന്റെ കോഡൊമെയിൻ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡൊമെയിൻ ആയിട്ട് വന്നിരിക്കണം. ഡൊമെയിൻ ആയിട്ട് വന്നിരിക്കണം. 2 എന്തിലേക്കാണ്? സെഡിലേക്ക്. അതായത് ഇത് സെഡ് എന്ന് പറയുന്നത് എന്താണ്? കോഡൊമെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏരോ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഏരോ ഡയഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വരയ്ക്കാനായിട്ട് പറ്റും. നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എന്ന് വൈയിലേക്ക്. അപ്പൊ ഇവിടെ എക്സ് എഴുതി, ഇവിടെ ഞാൻ എന്തെഴുതി? വൈ എഴുതി. എക്സ് എന്ന് വൈയിലേക്ക്. ഫംഗ്ഷന്റെ പേരാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പൊ അതുകൊണ്ട് എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി ഈ വൈയിൽ നിന്ന് എവിടേക്കാണ് വരുന്നത്? സെഡിലേക്കാണ് വരുന്നത്. വൈയിൽ നിന്ന് എന്തിലേക്കാണ് വരുന്നത്? സെഡിലേക്കാണ് വരുന്നത്. ആ ഫംഗ്ഷന്റെ പേരാണ് എന്ത്? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. ഞാൻ പറയണ എക്സിലത്തെ എലമെന്റ്സുകൾ ഞാൻ എന്ത് ചെയ്തു? സ്മോൾ ലെറ്റർ എക്സ് എടുത്തു എന്ന് വിചാരിക്കുക. അത് എഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനൊരു ഇമേജ് ഉണ്ടായിരിക്കും ഇല്ലേ? ആ ഇമേജ് എഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരാ? എഫ് ഓഫ് എക്സ് ആണ് വരാം. എഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ആയിരിക്കും അതിന്റെ ഇമേജ് വരാം. ഇനി ഇത് എന്താക്കി കൺസിഡർ ചെയ്യുക? എക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് പറയാൻ പറ്റും? ഇത് ജിയിൽ ഇതാണ്. ഇതിപ്പോ എക്സ് എഫിൽ അപ്ലൈ ചെയ്തപ്പോ എഫ് ഓഫ് എക്സ് അല്ലെ? എഫ് ഓഫ് എക്സ് എന്തിൽ അപ്ലൈ ചെയ്യണം? ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ഇതിന് എന്ത് എഴുതാനായിട്ട് പറ്റും? ജി ഓഫ് എക്സിന്റെ അവിടെ എടുക്കുന്നത് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് പറയാ. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഇമേജ് എന്താണെന്ന് പറയാൻ പറ്റും? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഒരു പ്രാവശ്യം കൂടി പറയാം. എക്സിലെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇമേജ് എന്തായിട്ട് മാറും? എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഇനി ഐ എഫ് ഓഫ് എക്സ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സിന്റെ അവിടെ എടുക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഈ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എക്സിന്ന് വൈയിലേക്കും വൈന്ന് സെഡിലേക്കാണ് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എക്സിന്ന് എങ്ങനെ ആവാം? എക്സിന്ന് സെഡിലേക്ക് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. എക്സിന്ന് വൈയിലേക്കും വൈന്ന് സെഡിലേക്കും ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെങ്ങനെ എഴുതാനായിട്ട് പറ്റും? എക്സിന്ന് സെഡിലേക്ക് ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഫംഗ്ഷന്റെ പേരാണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്നാണ് പറയാ. കോമ്പോസിഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഒരു 0 പോലെയാണ് എന്ത് ഡിനോട്ട് ചെയ്യാം. കോമ്പോസിഷൻ ഇതിന്റെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് കേട്ടോ. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാല് എങ്ങനെ ആയിരിക്കാൻ വരാ? എക്സിന്ന് സെഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഫും ഇവിടെ ജി ആണെങ്കിൽ പക്ഷെ വരുന്നത് ജി കോമ്പോസിഷൻ എന്താണ്? എഫ് ആയിട്ടാണ് വരുന്നത്. നോക്കി നോക്കിയേ, ജി കോമ്പോസിഷൻ എഫ്. ഇവിടെ ഫസ്റ്റ് എടുക്കുന്നത് ജി അല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് ജി കോമ്പോസിഷൻ എന്തെഴുതാനുള്ള കാരണം? എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാനുള്ള കാരണം. എഫ് ഫ്രം എക്സ് ടു വൈ, ജി ഫ്രം വൈ ടു സെഡ്. ദെൻ എക്സിന്ന് വൈയിലേക്കും വൈന്ന് സെഡിലേക്കും ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്ന് സെഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ആ ഫംഗ്ഷനാണ് എന്ത് പറയാ? കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്നാണ് പറയാ. അപ്പൊ അതിനെ പറഞ്ഞ പേരെന്ന് പറയും ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറയാ. അത് എവിടേക്കായിരിക്കും? എക്സിൽ നിന്ന് സെഡിലേക്കായിരിക്കും എന്ത് ചെയ്യാ? ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാം.
അപ്പൊ കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യമുള്ളൂ. എന്താണ്, രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, എഫ് ഫ്രം എക്സ് ടു വൈയും വൈ ടു ജി ഫ്രം വൈ ടു സെഡ് എന്നുണ്ടായിരിക്കും. ഇതിന്റെ അതായത് ഫസ്റ്റത്തെ കോഡൊമൈൻ ആയിരിക്കണം, രണ്ടാമത്തെ എന്തായിട്ട് വരുന്നത് ഡൊമൈൻ ആയിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കോമ്പോസിഷൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ടു എന്തായിരിക്കാം, സെഡ് ആയിരിക്കാം. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ f of x equal to g of f of x. f composition f of x equal to f of x. g composition g of x equal to g of x. അപ്പോൾ നോക്കാം, f composition g of x equal to f of g of x. അപ്പൊ ഇവിടെ എടുക്കുന്ന ഫംഗ്ഷൻ ഫസ്റ്റ് ജിയും രണ്ടാമത്തത് എഫ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് ജി ഓഫ് എക്സ് എഴുതാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ഫംഗ്ഷൻ എഫും രണ്ടാമത്തെ ഫംഗ്ഷൻ ജിയും ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. രണ്ടും എഫ് ആണെങ്കിൽ ഇവിടെ എഫ് തന്നെയാണ് ഇവിടെയും എഫ് തന്നെയാണെങ്കിൽ ആ ഫംഗ്ഷൻ അതിനെങ്ങനെ എഴുതാൻ പറ്റും, എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരും. ഇനി രണ്ടും എന്താണെന്ന് വിചാരിക്കുക, ജി ആണെന്ന് വിചാരിക്കുക. രണ്ടും ജി ആണെങ്കിൽ ജി കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഇൻറ്റു എന്തെഴുതാൻ പറ്റും, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. F from 1 3 4 gives 1 2 5 and G from 1 2 5 gives 1 3. B given by രണ്ട് ഫംഗ്ഷൻ തന്നു, 1 നിന്ന് 2ലേക്കാണ് ഇമേജ്, 3ൽ നിന്ന് 5ലേക്ക്, 4ൽ നിന്ന് 1ലേക്ക്. G from 1 2 3 2ൽ നിന്ന് 3ലേക്ക്, 5ൽ നിന്ന് 1ലേക്ക്. റൈറ്റ് ജി കോമ്പോസിഷൻ ഓഫ് എഴുതാൻ പറഞ്ഞു. അപ്പം ഇവിടെ നോക്കിയൊക്കെ ഫസ്റ്റ് ഡൊമൈൻ ഇതെന്താ, കോഡൊമൈൻ. ഫസ്റ്റത്തെ കോഡൊമൈൻ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ എന്തായിട്ട് വന്നു, ഡൊമൈൻ ആയിട്ടാണ് വന്നുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആരോ ഡയഗ്രാം നമുക്ക് വരയ്ക്കതിൻ്റെ. അപ്പൊ ഇതിന്റെ ആരോ ഡയഗ്രാം വരയ്ക്കാൻ ഇങ്ങോട്ട് നോക്കാം. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്പർ 1 3 4. അപ്പൊ ഇവിടെ എന്തെഴുതി, 1 3 4 എഴുതി. രണ്ടാമത്തെ ഏതാ വന്നുള്ളത്, 1 2 5 അല്ല, അപ്പൊ 1 2 5 എഴുതി. ഇനി 1 2 5 നിന്ന് എങ്ങോട്ടാ, 1 3ലേക്കാണ്, അപ്പൊ 1 3 എഴുതി. ഈ ഫംഗ്ഷൻ എന്താ, എഫ് ആണ്, അപ്പൊ ഇവിടെ എന്തെഴുതാ, എഫ് എഴുതി. ഇനി ഈ ഫംഗ്ഷൻ ഏതാ, ജി, അപ്പൊ ഇവിടെ എന്തെഴുതി, ഇവിടെ ജി എഴുതി. ഇനി ഇവര് പറഞ്ഞിട്ടുണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 എവിടേക്കാ, 2ലേക്ക്. അപ്പൊ 1 എന്ത് വരച്ചു, 2ലേക്ക് വരച്ചു. 1ന്റെ ഇമേജ് ആണ് 2. ഇനി 3 2 5 എന്ന് പറയുമ്പോൾ 3ൽ നിന്ന് എന്തിലേക്ക് വരയ്ക്കാം, 5ലേക്ക് വരയ്ക്കാം. അപ്പൊ 3ൽ നിന്ന് എന്തിലേക്ക് വരച്ചു, 5ലേക്ക് വരച്ചു. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കണം, 4ൽ നിന്ന് 1ലേക്കല്ല പറഞ്ഞുള്ളൂ, അപ്പൊ 4ൽ നിന്ന് 1ലേക്ക് വരച്ചു. 4ൽ നിന്ന് 1ലേക്ക് വരച്ചു. അപ്പൊ ഏത് കഴിഞ്ഞു, എഫ് കഴിഞ്ഞു. ഇനി ഏതാ, ജി അല്ലേ. ജി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇവിടെ അല്ലേ കിടക്കുന്നത്. 1 എവിടേക്കാ, 3ലേക്കാണ്. അപ്പൊ 1 എവിടേക്ക് വരച്ചു, 3ലേക്ക് വരച്ചു. 1ന്റെ ഇമേജ് ആണ് 3. ഇനി 2ൽ നിന്ന് 3ലേക്കല്ല പറഞ്ഞുള്ളത്, അപ്പൊ 2ൽ നിന്ന് 3ലേക്ക് വരച്ചു. ഇനി അടുത്ത് എന്താ പറഞ്ഞുള്ളത്, 5 1ലേക്കാണ്. 5 എന്തിലേക്ക് വരച്ചു, 1ലേക്ക് വരച്ചു. ഇനി നമുക്കറിയാം എന്തെന്നാണ് പറയാൻ നമുക്ക് അറിയുന്നതാണ്. ഇതിനെ ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറയുക. ഈ ഭാഗത്തിന് നമുക്ക് പറയുന്ന പേരാണ് എന്താ, ജി എഫും ജിയും തരാണെങ്കിൽ രണ്ടാമത്തതാണ് എന്ത് വരാ, ഫസ്റ്റ് വരാന്ന് പറഞ്ഞു, ജി കോമ്പോസിഷൻ എഫ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം, മനസ്സിലായി, ഈ ഭാഗമാണ് എന്ത്, ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് എന്തിലേക്ക് വരുന്നത്, 2ൽ നിന്ന് 3ലേക്കല്ല വരുന്നത്. അപ്പൊ 1 എന്തെഴുതാൻ പറ്റും, 3 എഴുതാൻ പറ്റും. 1 നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് എന്തിലേക്ക് പറഞ്ഞുള്ളത്, 3ലേക്കാണ് പറഞ്ഞുള്ളത്. അപ്പൊ 1 3 എഴുതി. ഇനി 3ൽ നിന്ന് ഇനി അടുത്ത് ഇത് 3 അല്ലേ, അപ്പൊ ഇവിടെ എന്തെഴുതേണ്ട വരും, 3 നിന്ന് 5ലേക്ക്, 5 നിന്ന് എങ്ങോട്ടാ വന്നുള്ളത്, 1ലേക്കല്ല വന്നുള്ളത്. അപ്പൊ 3 എന്തെഴുതാൻ പറ്റി, 1 എഴുതാൻ പറ്റി.
ഇനി 4 അല്ല നമ്പർ, 4ൽ നിന്ന് 1 നിന്ന് എന്തിലേക്ക് എഴുതാൻ പറ്റും, 3ലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 4, എന്തെഴുതി 3. ഈ ഫംഗ്ഷനെയാണ് എന്ത് പറയുക, ജി കോമ്പോസിഷൻ എഫ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഫ് ഫ്രം എക്സ് ടു വൈ, ജി ഫ്രം വൈ ടു സെഡ്. രണ്ട് ഫംഗ്ഷൻ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 6 എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 9 തന്നിട്ടുണ്ട്, എഫ് ഓഫ് 8 എന്ന് പറയുന്നത് 7 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജി എവിടേക്കാണ് ഇമേജ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ജിയിൽ നിന്ന് എവിടേക്കാണ് ഇമേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജി കോമ്പോസിഷൻ എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്നാണ് പറയാൻ പോണത്. ഇപ്പം നേരത്തെ വരച്ച പോലെ തന്നെ ആദ്യത്തെ 2, 4, 6, 8, രണ്ടാമത്തത് 3, 5, 7, 9, അടുത്ത എന്തെഴുതാ 9, 25, 49, 81. ഫംഗ്ഷൻ എന്താ, ഫംഗ്ഷന് എഫ് എന്നാണ്. ഈ ഫംഗ്ഷൻ്റെ പേര് എന്താണ്, ജി എന്ന് എഴുതി. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ ഇമേജ് ആണ് എന്ത്, 5 എന്നാണ് അർത്ഥം. അപ്പോൾ 2ൽ നിന്ന് നമ്മൾ എന്ത് വരച്ചു, 5ലേക്ക് വരച്ചു. എഫ് ഓഫ് 6 എന്ന് പറയുമ്പോൾ 6ൻ്റെ ഇമേജ് ആണ് 3 അല്ലേ, 6ൻ്റെ ഇമേജ് ആണ് 3. എഫ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 4ൻ്റെ ഇമേജ് ആണ് 9, 4ൻ്റെ ഇമേജ് ആണ് 9. എഫ് ഓഫ് 8 ഈക്വൽ ടു 7 എന്ന് പറയുമ്പോൾ 8ൻ്റെ ഇമേജ് ആണ് 7. നെക്സ്റ്റ് എഫ് ഓഫ് 3 ഈക്വൽ ടു 49 എന്ന് പറയുമ്പോൾ ജി ഓഫ് 3 ഈക്വൽ ടു 49 എന്ന് പറയുമ്പോൾ ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 3യുടെ എന്താ ജി ഓഫ് 3 എന്ന് പറയുന്നത് എന്ത് എഴുതി, 49 എഴുതി. ജി ഓഫ് 5 എന്ന് പറയുമ്പോൾ 81 എന്ന് പറയുമ്പോൾ 81ലേക്ക് വരച്ചു. ജി ഓഫ് 7 ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ ജി ഓഫ് 7 ഈക്വൽ ടു 9 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരച്ചു. ജി ഓഫ് 9 ഈക്വൽ 25 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരച്ചു. ഇതിനെയാണ് എന്ത് പറയുക, ജി കോമ്പോസിഷൻ എഫ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു, ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എന്താ, 2ൽ നിന്ന് 5, 5ൽ നിന്ന് 81. അപ്പോൾ 2, എന്തെഴുതി 81 എഴുതി. അടുത്ത 4ൽ നിന്ന് 9, 9ൽ നിന്ന് 25ലേക്ക്, അപ്പോൾ 4, 25 എഴുതി. ഇനി 6ൽ നിന്ന് 3, 3ൽ നിന്ന് എന്തിലേക്കാണ് 49ലേക്ക്, അപ്പോൾ 6, 49 എഴുതി. ഇനി 8, 7, 7, 9, അപ്പോൾ 8, എന്തെഴുതി 9 എഴുതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഫ് ഫ്രം ആർ ടു ആർ, ജി ഫ്രം ആർ ടു ആർ, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി, ജി കോമ്പോസിഷൻ എഫ്. നമുക്കറിയുന്നതാണ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തെഴുതി, എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ഇനി എഴുതുന്ന നോക്കാം, എഫ് അങ്ങനെ തന്നെ എഴുതാം. ആദ്യം നമുക്കറിയാം ബ്രാക്കറ്റിനുള്ളിൽ ഉള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, പ്രിയോറിറ്റി കൊടുക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എഴുതുക. ജി ഓഫ് എക്സ് അവർ തന്നിട്ടുണ്ട് എന്ത്, എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്തെഴുതി, എക്സ് പ്ലസ് 1 ആണ്. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ അവിടെ എന്തെഴുതി, എക്സ് പ്ലസ് 1. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് 1 അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് പ്ലസ് 1 പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ അവിടെ എന്ത് എഴുതിയാൽ മതി, എക്സ് പ്ലസ് 1 എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ അവിടെ എന്ത് എഴുതാം, എക്സ് പ്ലസ് 1 എഴുതാം. അപ്പോൾ എഫ് ഇതാണ്, അതിൻ്റെ എക്സിൻ്റെ അവിടെ എന്ത് എഴുതാൻ പറഞ്ഞു, എക്സ് പ്ലസ് 1. ഇവിടെ എന്തെഴുതി, എക്സ് പ്ലസ് 1 എഴുതി. എക്സിൻ്റെ അവിടെ എന്തെഴുതി, എക്സ് പ്ലസ് 1 എഴുതി. അതിനെന്തുണ്ട്, സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് എന്തെഴുതി, എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എഴുതി. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെഴുതാൻ പറ്റും, ജി ഓഫ് എഫ് ഓഫ് എക്സ് പറഞ്ഞിട്ട് എഴുതാൻ പറ്റി. ജി അങ്ങനെ തന്നെ എഴുതാം. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നോക്കാം. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയറാ അല്ലേ. ബ്രാക്കറ്റിനുള്ളിൽ ആൾക്കാർക്കല്ല പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തെഴുതി, എക്സ് സ്ക്വയർ എഴുതി. ഇതിന് മീനിങ് എന്താണ്, ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ അവിടെ എന്ത് എഴുതിയാൽ മതി, എക്സ് സ്ക്വയർ എഴുതിയാൽ മതി. ജി എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ അവിടെ എന്ത് എഴുതാം, എക്സ് സ്ക്വയർ എഴുതാം. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 അല്ലേ, എക്സിൻ്റെ അവിടെ എന്ത് എഴുതാം, എക്സ് സ്ക്വയർ എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്, അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 എഴുതി. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫൈൻഡ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 8x ക്യൂബ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 1/3. നമുക്ക് ആദ്യം കണ്ടെത്താൻ പറഞ്ഞു ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും, ജി ഓഫ് എഫ് ഓഫ് എക്സ്.
അല്ലേ? ഇനി ജി അങ്ങനെ തന്നെ എഴുതാം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 8x³ ആണ്. അപ്പൊ എന്ത് എഴുതി? 8x³ എഴുതി. ഇനി ഇതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിന്റെ അവിടെ ഒക്കെ എന്ത് എഴുതിയാൽ മതി? 8x³ എഴുതിയാൽ മതിയില്ലേ? അപ്പൊ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതല്ല, അതിന്റെ അവിടെ ഒക്കെ എന്ത് എഴുതാം? 8x³ എഴുതാം. അപ്പൊ ഇവിടെ എക്സിന്റെ അവിടെ എന്ത് എഴുതണം? 8x³. അതിന് ഓൾ റേസ്റ്റ് എന്തുണ്ട്? 1/3. അപ്പൊ ഓൾ റേസ്റ്റ് 1/3. ഇതിന് മീനിങ് എന്താന്ന് പറഞ്ഞാൽ ഈ 8ന് എന്ത് വേണം? 1/3 വേണം. x³ എന്ത് വേണം? 1/3 വേണം. അപ്പൊ ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 8^1/3 അല്ലേ? ഇൻറ്റു എന്തെഴുതാൻ പറ്റും? x^3 × 1/3 വരുന്നു. 8^1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. 8^1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 ആണെന്ന്. ക്യൂബ് റൂട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് 8 2 3 വരുമ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യൂബ് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ എന്ന്. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? 2. ഇവിടെ എന്ത് എഴുതി? 2 എഴുതി. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യും. അതായത് എങ്ങനെ ക്യാൻസൽ ചെയ്ത്? a^m ഓൾ റേസ്റ്റ് n അല്ല. ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? x^3 × 1/3. ഇത് ഗുണിച്ചല്ല എഴുതുന്നത്. രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും? 2x കിട്ടും. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്? എഫ് കോമ്പോസിഷൻ ജി. ഇവിടെ എഫ് കോമ്പോസിഷൻ ജി ചെയ്യണം നോക്കാം. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. എഫ് അങ്ങനെ തന്നെ എഴുതി. ഈ ജി ഓഫ് എക്സിന്റെ വാല്യൂ നോക്കാം. ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? x^1/3 ആണ്. ഇവിടെ എന്തെഴുതി? x^1/3 എഴുതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിന്റെ അവിടെ എന്ത് എഴുതിയാൽ മതി? x^1/3 എഴുതിയാൽ മതി. അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിന്റെ അവിടെ എന്ത് എഴുതാ? x^1/3 എഴുതുക. അപ്പൊ 8 × എക്സിന്റെ അവിടെ എന്ത് എഴുതി? x^1/3 × ഓൾ റേസ്റ്റ് എന്ത് വരും? 3 വരും. അപ്പൊ 8 × x^, ഇത് രണ്ടും നമ്മൾ ഗുണിച്ചെഴുതാം. 1/3 × 3 വരും. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? 8x എഴുതാൻ പറ്റും. ഇത് കുറെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. NB ആണ്.